ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പഴയ സ്കൂളിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ഉപ്പുമാവുണ്ട്. സൂചി ഗോതമ്പിൻ്റെയൊക്കെ ഒരു ഉപ്പുമാവ്. അതൊന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മളെടുത്ത് വെച്ചേക്കാം നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സൂചി ഗോതമ്പ് വെള്ളത്തിലിട്ട് വച്ചിരിക്കുകയാണ് കേട്ടോ. വെള്ളത്തിൽ നമ്മളത് ഇട്ട് വെക്കണം. അതിന് വേണ്ട സാധനങ്ങൾ നമ്മളെല്ലാം എടുത്ത് വെക്കുക. ഇതൊന്നും ഇല്ലെങ്കിലും കടുക് വറുത്ത് നമുക്ക് ഉള്ളി വരിഞ്ഞിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ കഴിയിട്ട് നമുക്കിത് പാലും വെക്കണം, വെള്ളം പറ്റണം. പിന്നെ നമ്മളിതെല്ലാം കഷ്ണങ്ങളാക്കിയിട്ട് അരിയണം. ഒക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങ വേണം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ഇല്ലെങ്കിലും വെള്ളം വെച്ച്, അതായത് ഈ വെള്ളം നമ്മൾ കളഞ്ഞ് കഴുകി വാലം വെച്ചിട്ട് അത് ഫ്രൈ ചെയ്ത് പിന്നെ ഒന്നും കൂടി നമ്മളാക്കി കുക്കറിൽ വെച്ച് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ പണ്ടുണ്ടാക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഇടാം, ഇതല്ലാതെ ഇടാം. ഇത് നമ്മളിത് ഫ്രൈ ചെയ്യാതെ എടുക്കുന്നത്. നമുക്ക് എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് നമ്മൾ പെട്ടെന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം വെച്ചു, അത് നല്ലതായിട്ട് കഴുകി എടുത്തിട്ട് അത് വേവിക്കുകയാണ്. ഇത് കുക്കറി വേണമെങ്കിലും നമുക്ക് എടുത്ത് വേവിക്കാം. നമ്മൾ അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചു. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇടണം. അതിന് ശേഷം നമ്മളിത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതെല്ലാം ഇടണം. നമുക്ക് തേങ്ങ ചേർക്കണം. പിന്നെ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ സൂചി ഗോതമ്പ്, അത് വിടണം. ഇനി നമുക്കിത് അങ്ങോട്ട് ഓരോന്നായിട്ട് ഇടാം. കണ്ടോ, കടുക് കള്ളിപ്പൊടി ആദ്യങ്ങൾ പെട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കല്ലേ നമ്മുടെ ഈ ഐറ്റംസ് ഒന്നിച്ച് നമുക്ക് ഇടാം. ഓരോന്നായിട്ടും ഇടാം. പക്ഷെ നമ്മളിത് അങ്ങോട്ട് ഒന്നിച്ചിടാം. വേണമെങ്കിൽ നമുക്ക് ഉള്ളി ഇതും തന്നെ ഇടാം, പിന്നീട് ഇതിടാം. അത് നമ്മളെല്ലാം കൂടെ ഒന്നിടാം. അപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മളിട്ടു. ഒപ്പം തന്നെ തേങ്ങ ഇട്ടു. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടു. ഒന്നും ഒരുപാട് വഴന്നൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ച ഇതൊന്ന് മാറിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതൊന്നും ഇട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു പഴമയോടെ ഇതുണ്ടാക്കാൻ പറ്റും. ശരിക്കും നമ്മൾ സ്കൂളിൽ കഴിച്ചതിനകത്ത് ഇങ്ങനെ ഇതൊന്നും തന്നെ ഇല്ല. ഉള്ളിയും ഈ വറ്റൽമുളകും കടുക് വറുത്തത് മാത്രമേ ഉള്ളൂ. പിന്നെ കരിയാപ്പലും. അപ്പോൾ നമ്മൾ കുറച്ച് ആഘോഷമായിക്കോട്ടെ മാത്രമാണ് നമ്മൾ ക്യാരറ്റും ഒക്കെ ഇട്ടത്. ഓക്കെ, ഇനി ഇതൊന്നായി വരുമ്പം നമുക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടച്ച് വെച്ചിരിക്കുന്ന ഉപ്പുമാവിൻ്റെ ഒന്ന് തുറന്ന് നമുക്കത് എല്ലാം ഒന്ന് ഇളക്കി റെഡിയാക്കി ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ കുറച്ച് കഴിച്ച് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ഇടും. ഒന്ന് നല്ലതായിട്ട് ഇളക്കാം. ഇതിലേക്ക് ശരിക്കും മഞ്ഞപ്പൊടി ഇടാൻ താല്പര്യമുള്ളവർക്ക് മഞ്ഞപ്പൊടി ഇടാം. നമ്മളത് ഇട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ആ ഒരു പഴമയുടെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പറാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കാം. സൂപ്പർ, അടിപൊളി. ഓക്കെ.